ശ്രീ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, അങ്ങേക്ക് 5 മിനിറ്റ്. സർ, ഈ ധനകാര്യ ബില്ലിനെ പൂർണ്ണമായി അനുകൂലിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങളിൽ നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടെ, സ്നേഹത്തോടെ, സഹാനുഭൂതിയുള്ള ഒരു ഭരണം വഴി പുതിയുഗ വികസന കേരളം സൃഷ്ടിക്കും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. തീർച്ചയായിട്ടും അതിനുപകരിക്കുന്ന ഒരു ബഡ്ജറ്റും അതുപോലെ തന്നെ ഈ ധനകാര്യ ബില്ല്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ധനകാര്യ ബില്ലും പൂർണ്ണമായും അംഗീകരിക്കുകയാണ് സാർ. ഇതിലൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. അതൊന്ന്, കേരളത്തെ ഒരു ഏവിയേഷൻ ഹബ്ബ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഹബ്ബ്, ഇത് ഹബ്ബ് സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി 200 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ പൂർണ്ണമായി സ്വാധീനിക്കുകയാണ് സാർ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒന്ന്, കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വിമാനത്താവളം ആയതിനു ശേഷം ആ വിമാനത്താവളത്തിൽ വേണ്ടത്ര വിമാനങ്ങൾ വന്നു പോകുന്നില്ല. അതായത് പോയിന്റ് ഓഫ് കോൾ പദവി ആ വിമാനത്താവളത്തിന് ഇതേവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണയൊക്കെ ശ്രമിച്ചെങ്കിലും ലഭ്യമായിട്ടില്ല. സർ, ഇവിടെ BJP ഗവൺമെന്റ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് കണ്ണൂർ വിമാനത്താവളത്തെ. കാരണം കണ്ണൂർ വിമാനത്താവളത്തിനേക്കാൾ മോശമായ പല വിമാനത്താവളങ്ങൾക്കും ഈ പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയിട്ടുണ്ട്. പക്ഷെ കണ്ണൂരിനെ അവഗണിക്കുകയാണ്. എല്ലാ പാർട്ടിക്കാരും, ഓൾ പാർട്ടി ഡെലിഗേഷൻ പോയി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചിട്ടും യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല സാർ. ഇപ്പോൾ 3 MLA-മാർ ഇവിടെ BJPയുടെ MLA-മാരുണ്ട്. തീർച്ചയായിട്ടും അവർ ഇതിനുവേണ്ടി മുൻകൈ എടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് നടത്താനുള്ളത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പൊൻതൂവലായിരിക്കും ഈ ഘട്ടത്തിൽ ഇതിന് പോയിന്റ് ഓഫ് കോൾ പദവി നേടിയെടുത്താൽ ലഭിക്കുക എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാർ. അതോടൊപ്പം തന്നെ അവിടെ വൻ അഴിമതിയാണ് സാർ നടക്കുന്നത്, പല കാര്യത്തിലും, പല ക്രമക്കേടുകളും. ഇപ്പോൾ LDF ഗവൺമെന്റ് അവസാനം പോകുന്ന സമയത്താണ് അവിടുത്തെ MDക്ക് കാലാവധി നീട്ടി 3 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കൊടുത്തത്. MDയെക്കുറിച്ച് പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പല വേദികളിലും ഉത്തരവാദപ്പെട്ട വേദികളിൽ ചർച്ച ചെയ്തിട്ടുണ്ടും ആ MDയെ യാതൊരു വിധത്തിലും അവിടെ നിലനിർത്താൻ പാടില്ലാതായിരുന്നു സാർ. പക്ഷേ LDF ഗവൺമെന്റ് പോകുന്ന പോക്കിൽ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന, അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെക്കാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഗണിക്കും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം സാർ, ഈ പഞ്ചായത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2150 കോടി രൂപ പഞ്ചായത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഒരു അനുഭവമുണ്ട് സാർ. അതായത് കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഘട്ടത്തിൽ പഞ്ചായത്തുകൾ പല പ്രതിസന്ധിയിലായിരുന്നു. ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു പഞ്ചായത്തിന്റെ കാര്യം ഈ സഭയിൽ ഉന്നയിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് എന്റെ പഞ്ചായത്തിനെ കുറിച്ചാണ്. അതായത് മലപ്പട്ടം. അവിടെ ഒരു ജീവനക്കാരൻ ശമ്പളം കിട്ടാത്തതുകൊണ്ട് 2-3 മാസമായി ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഇവിടെ വാർപ്പ് പണിക്ക് പോകുന്ന ഒരു ചിത്രം പത്രങ്ങളിലും TV-യിലൊക്കെ വരികയുണ്ടായി. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഈ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ പോലും അവിടെ ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ച് കൊടുക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് ശമ്പളം മുടങ്ങിയ അവസ്ഥ കഴിഞ്ഞ പഞ്ചായത്തിന്റെ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അനുഭവം എന്റെ മുമ്പിലുണ്ട്. അത് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ ഉന്നയിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ് സാർ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല വളരെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ നേരിടുകയാണ്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അതിനെല്ലാം നല്ല പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. സാർ, പരിയാരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഒരു പ്രശസ്തമായ മെഡിക്കൽ കോളേജായിരുന്നു. MVR അന്ന് ആരംഭിച്ച ആ മെഡിക്കൽ കോളേജ് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ച മെഡിക്കൽ കോളേജായിരുന്നു. പക്ഷേ ഇന്ന് അത് വളരെ ശോച്യാവസ്ഥയിലാണ് കിടക്കുന്നത്. ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷമുള്ള അവസ്ഥ വളരെ ശോച്യാവസ്ഥയാണ് സാർ. അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. ബഹുമാനപ്പെട്ട മന്ത്രി അത് സംബന്ധിച്ച് മന്ത്രിയുമായി ചർച്ച ചെയ്തപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. മറ്റൊരു കാര്യം, ഈ സഹകരണ മേഖല സംബന്ധിച്ച് വളരെ ഗൗരവമായി നമ്മൾ ഗവൺമെന്റ് എടുക്കണം. സഹകരണ മേഖല അഴിമതിക്ക് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് സഹകരണ മേഖല ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സമയമില്ലാതുകൊണ്ട് ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സഹകരണ മേഖലയുടെ സഹകരണ ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യങ്ങൾ നടത്താൻ ഏർപ്പാടുണ്ടായിട്ടുണ്ട് സാർ.
അതായത് പത്രങ്ങളിൽ, വലിയ പത്രങ്ങളിൽ, മാതൃഭൂമി, ദേശാഭിമാനി തുടങ്ങിയിട്ടുള്ള പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യമാണ് എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ ബാങ്കിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തത്. ഞങ്ങൾ അതിനെ ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് നടപടി ഉണ്ടായിട്ടില്ല. എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, സഹകരണ മന്ത്രിയോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. കാരണം സഹകരണത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് പൊതുഫണ്ടാണ് സാർ. പൊതുഫണ്ട് ഏതെങ്കിലും കക്ഷിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. അത് ഇലക്ഷൻ അഴിമതിയാണ്. ആ അഴിമതി അവിടെ നടന്നിട്ടുണ്ട്. അത് ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരിശോധന നടക്കണം എന്നാണ് അഭ്യർത്ഥനയുള്ളത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഒന്ന് വയോജന മേഖലയെക്കുറിച്ചാണ്. വയോജന വകുപ്പ് നമ്മൾ രൂപീകരിച്ച മന്ത്രിയും ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. പക്ഷെ ആ കമ്മീഷൻ ഒരു ആഫീസ് പ്രവർത്തന സൗകര്യമോ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നൊരു വയോജന വകുപ്പ് രൂപീകരിക്കാനും ആ വയോജന വകുപ്പിന് 10 കോടി രൂപ അനുവദിക്കാനും ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള താല്പര്യം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് സാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പ്രവാസി നിക്ഷേപം സംബന്ധിച്ചൊരു കാര്യം കൂടി പറയാനുണ്ട് സാർ. പ്രവാസി നിക്ഷേപം മാത്രമല്ല, പ്രവാസികൾക്ക് ഇവിടെ ഫണ്ട് നിക്ഷേപിക്കുക മാത്രമല്ല സാർ, പുതിയ പദ്ധതികൾ, പ്രോജക്റ്റുകൾ തുടങ്ങാൻ പ്രവാസികൾക്ക് സാധിക്കണം. അവസാനിപ്പിക്കണം സാർ. അവരുടെ പണം കേരളത്തിൽ മുടക്കി ഇവിടുത്തെ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ പ്രേരിപ്പിക്കണം സാർ. അവരെ നിക്ഷേപം മാത്രം നമ്മൾ മേടിക്കുകയല്ല, അവരെ സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നാക്കി കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നമുക്ക് ലഭ്യമാകും. അതുവഴി ഗവൺമെന്റിന് നികുതി വരുമാനത്തിനും നേട്ടമുണ്ടാകും. അതുകൊണ്ട് അതിനനുസരിച്ച് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, അതിനുള്ള സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് സാർ. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കാം.